ഇന്ന് ചില വാഗ്ദത്തങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും. കർത്താവിൻ്റെ സ്തോത്രം. പ്രവചനങ്ങൾ എന്താണ്? വാഗ്ദത്തങ്ങൾ എന്താണ്? പ്രവചനങ്ങളെല്ലാം നിറവേറുമോ? നിറവേറാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? നമുക്ക് ദൈവം തന്ന വാഗ്ദത്തങ്ങൾ ഡിലേ വരുമോ? എന്താണ് അതിന് കാരണം? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. കർത്താവിൻ്റെ സ്തോത്രം. നാം വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നേ ഉള്ളൂ. എന്താണ് പ്രോഫസി? ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിലെ മനുഷ്യരിലൂടെ ജനത്തോട് അറിയിക്കുന്നതാണ് പ്രോഫസി. കർത്താവിൻ്റെ ഹൃദയം ജനത്തിൻ്റെ മുമ്പിൽ തുറക്കുന്നതാണ് പ്രോഫസി. അതിനുവേണ്ടി കർത്താവ് പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും. നമുക്കറിയാം 5 ഫോൾഡ് മിനിസ്ട്രി ഉണ്ട്. 5 ഫോൾഡ് മിനിസ്ട്രി. അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ഇടയന്മാരായും പിന്നെ സുവിശേഷകന്മാരായും 5 ഫോൾഡ് മിനിസ്ട്രി. ഇത് ഒരാളിൽ ഒരു മിനിസ്ട്രി മാത്രം വെളിപ്പെടുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ 5 മിനിസ്ട്രിയും വെളിപ്പെടുന്ന അവസരങ്ങളുമുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. 5 ഫോൾഡ് മിനിസ്ട്രി ഒരാളിൽ തന്നെ വെളിപ്പെടാം. അപ്പോസ്തലത്വത്തിൻ്റെ ആത്മാവ് വരാം, പ്രവചനത്തിൻ്റെ ആത്മാവ് വരാം, ഉപദേശകനാകാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്തോത്രം സുവിശേഷകനാകാം, ഇടയനാകാം. ഇതെല്ലാം വെളിപ്പെട്ട് വരാം. നാം പ്രാർത്ഥിക്കണം, കർത്താവേ 5 ഫോൾഡ് മിനിസ്ട്രി. അത് വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട് എഴുതിയിരിക്കുന്നതാണ്. ഈ 5 ഫോൾഡ് മിനിസ്ട്രിയിലുള്ള ഒരു കാര്യമാണ് പ്രവചനം. കർത്താവിൻ്റെ സ്തോത്രം. പ്രവാചകന്മാരെ കർത്താവ് ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹിതം അറിയിക്കുവാൻ ദൈവം അയക്കും. നാമും പ്രാർത്ഥിക്കണം, കർത്താവേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതം അതറിഞ്ഞ് ജനത്തോട് അറിയിക്കുവാൻ കർത്താവേ എന്നെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാ കൃപാവരങ്ങളും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീന ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. പ്രവചനം നമുക്ക് സാധിക്കില്ലെന്ന് വയ്ക്കരുത്. ഏതാനും ചില മനുഷ്യർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയല്ലത്. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനോട് പറഞ്ഞു, നിന്നിലുള്ള കൃപാവരം അത് ഉപേക്ഷയായി വിചാരിക്കാതെ നീ അത് ജ്വലിപ്പിക്കണം. നമ്മിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചില കൃപകളും ചില ഗിഫ്റ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. പക്ഷെ നാം അത് ജ്വലിപ്പിക്കണം. കർത്താവിൻ്റെ സ്തോത്രം. നാം അത് വാഞ്ചിക്കണം. എന്തിനാണത്? മനുഷ്യരുടെ മുമ്പിൽ ആളാകാനാണോ? അല്ലല്ല. ആത്മാവിൽ വീണ് കഴിഞ്ഞു. കർത്താവിൻ്റെ സ്തോത്രം. എന്തിന്? സഭയെ ശരിയായി നടത്തുവാൻ. കർത്താവിൻ്റെ സ്തോത്രം. ദൈവം തൻ്റെ അത്ഭുത കൃപ മനുഷ്യരിലൂടെ വെളിപ്പെടുത്തുന്നത് ഈ കൃപാവരങ്ങളിലൂടെയാണ്. ഒരാൾക്ക് രോഗമുണ്ട്. ഈ രോഗശാന്തിയുടെ വരമുള്ള ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗിക്ക് വിടുതൽ കിട്ടുന്നു. എത്ര ദൂരെയാണെങ്കിലും അതൊരു കൃപാവരത്തിൻ്റെ വെളിപ്പെടലാണ്. മാത്രമല്ല ഡിസേൺമെൻറ്റ്, ആത്മാക്കളുടെ വിവേചനം. ഇത് ദൈവത്തിൻ്റെ ആത്മാവാണോ, ഇത് പൈശാചികൻ്റെ ആത്മാവാണോ എന്ന് ഒരാളെ നാം വിവേചിക്കണമെങ്കിൽ ഡിസേൺമെൻറ്റ് ആവശ്യമാണ്. കർത്താവിൻ്റെ സ്തോത്രം. എല്ലാം അത്യന്താപേക്ഷിതമാണ് സഭയുടെ ആത്മീയ വർധനയ്ക്കായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായി തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ആഹ്വാനം തരുന്നു, കൃപാവരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ നാം ഗൗരവമായി തന്നെ പ്രാർത്ഥിക്കുകയും പ്രാപിക്കേണ്ട ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മഫലം. ഫലം വേണം. കാരണം വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. സ്തോത്രം. സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ചിലപ്പോൾ ചില കൃപാവരങ്ങൾ ദൈവമക്കളിലൂടെ വെളിപ്പെട്ടെന്നിരിക്കും. പക്ഷെ ഫലമില്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആത്മീയ ജീവിതത്തിന് പ്രയോജനം കിട്ടുകയില്ല. സ്വന്തം ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ നിലവാരം കാണിക്കുന്നതാണ് ആത്മഫലം. എന്തൊക്കെയാണത്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. 9 കാര്യങ്ങൾ ചേർന്ന ഒരു സിംഗിൾ ഫ്രൂട്ടാണത്. അല്ലേ? ഒരു ഫ്രൂട്ട് അങ്ങ് പൊളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 9 ഫലം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആത്മാവിൻ്റെ ഫലമോ എന്ന വചനം, ആത്മാവിൻ്റെ ഫലങ്ങളോ എന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ ഫലം നമ്മിൽ വരണം. അതാണ് നമ്മുടെ സ്വന്തം ആത്മാവിൻ്റെ നിലവാരം കാണിക്കുന്നത്. കൃപാവരം വെളിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളിൻ്റെ ആത്മീയ നിലവാരം, ആത്മീയമായ സ്റ്റാൻഡേർഡ് നമുക്ക് അളക്കാൻ പറ്റുകയില്ല, പൂർണ്ണമായും പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കൃപാവരമുള്ള ആൾക്ക് ആത്മീയമായി കുറവുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മൾ ആത്മഫലമുള്ളവരും വരങ്ങളുള്ളവരുമായി തീരുവാൻ നാം ശ്രമിക്കണം. അങ്ങനെയെങ്കിലേ സഭ വളരുകയുള്ളൂ. കാരണം ഫിലിപ്പോസ് തൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് ശമരിയിലാണ്.
ശമരിയിൽ ഫിലിപ്പോസ് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഫിലിപ്പോസിലൂടെ ചില വരങ്ങൾ വെളിപ്പെട്ടു. എന്തൊക്കെയാണ് വരങ്ങൾ? സയൻസ്, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ്. അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും. വലിയ അത്ഭുതങ്ങൾ നടന്നു. ഈ അത്ഭുതം കണ്ടപ്പോഴാണ് ജനം കർത്താവിലേക്ക് വന്നത്. ചിലരൊക്കെ പറയും, അയ്യോ രോഗശാന്തി എന്നൊക്കെ എഴുതി വെച്ചാൽ പാപം എഴുതി വെക്കുന്ന പോലെയാണ്. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ ഇപ്പോഴും പല കാര്യങ്ങൾ ഓർത്ത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഒരു രോഗശാന്തിയും സുവിശേഷ യോഗവും രോഗശാന്തിയും എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് പിശാചിൻ്റെ പ്രവൃത്തി അവിടെ നടക്കണമെന്നുള്ള രീതിക്കാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത്. എൻ്റെ ദൈവമേ, ദൈവത്തിന് വചനം അറിയാത്തതുകൊണ്ടാണ്. രോഗശാന്തി വേണം, പക്ഷേ നാം ഈ കൃപാവരങ്ങളുടെ മാത്രം പിറകെ പോകരുത്, ചില അത്ഭുതങ്ങളുടെ പിറകെ മാത്രം പോകരുത്, അടയാളങ്ങളുടെ പിറകെ മാത്രം പോകരുത്, രോഗശാന്തിയുടെ പിറകെ മാത്രം പോകരുത്. കാരണം നാം ചിന്തിക്കണം, ആത്മാവിൽ വിവേകമുള്ളവരാകണം. ഒരു രോഗശാന്തി കിട്ടി ഒരാൾക്ക്, പക്ഷേ ആത്മാവിൽ അദ്ദേഹത്തിന് വീണ്ടും ജന്മം കിട്ടിയില്ല. അദ്ദേഹം നിത്യ നരകത്തിലേക്ക് പോകും. ദൈവമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് രോഗശാന്തി കൊടുത്തതെങ്കിലും അദ്ദേഹത്തിന് ആത്മാവിൽ വീണ്ടും ജന്മം കിട്ടിയില്ലെങ്കിൽ, മാനസാന്തരം കിട്ടിയില്ലെങ്കിൽ നിത്യമായ ശിക്ഷാവിധിയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം. ഒരു രോഗശാന്തി കിട്ടി, ഒരു പ്രശ്നം മാറി, അതുകൊണ്ട് ഞാൻ ദൈവരാജ്യത്തിൽ പോകുമെന്ന് നാം അന്ധമായി വിശ്വസിക്കരുത്. ആത്മാവിൻ്റെ രക്ഷ കിട്ടിയോ, ആത്മാവിൽ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കിട്ടിയോ, ഇതെല്ലാം നാം ചിന്തിക്കേണ്ടതാണ്. ഇതാണ് ദൈവവചനം കേട്ടാൽ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാകുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരൊറ്റ വഴിക്ക് പോകും, ഇല്ലേ? നമ്മുടെ ആ അറിവും നമ്മുടെ പാരമ്പര്യവും നമ്മൾ കേട്ടതനുസരിച്ച് നാം പോകും. വചനത്തിൽ വേരൂന്നി വളരണം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ശുശ്രൂഷയിലേക്ക് വരാം. കർത്താവിൻ്റെ സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നതായ വാഗ്ദത്തങ്ങൾ, ഇല്ലേ? വാഗ്ദത്തങ്ങൾ ചിലപ്പോൾ നിറവേറാതിരിക്കും, ചിലപ്പോൾ ഡിലേ വരും, ചിലപ്പോൾ കൃത്യം ഡേറ്റ് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ നിറവേറാതിരിക്കും. അതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. ദൈവവചനത്തിൽ അവിടെ ഇവിടെയെല്ലാം അങ്ങനെ ചിതറിക്കിടക്കുന്ന ചില കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവവചനവുമായി കുറേ സമയം ഇരുന്ന് സംസാരിക്കാനിടയായി. കുറേ സമയം ഇരുന്ന് ഞങ്ങൾ മിണ്ടിക്ക് വരുന്നപ്പോഴാണ് ചില കാര്യങ്ങൾ എനിക്കും മനസ്സിലായത്. ആ ദൈവവചനത്തിൽ വളരെ ഓപ്പണായിട്ട് ചില കാര്യങ്ങൾ, ഇന്ന ദൈവദാസനിലൂടെ ഇന്ന പ്രവചനം വന്നല്ലോ, ആ പ്രവചനം നിറവേറിയില്ല, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പോഷ്കായിരിക്കുമോ, അദ്ദേഹം പറഞ്ഞ് ശരിയായ പ്രവചനം അല്ലാതിരിക്കുമോ? വളരെ ആപ്റ്റായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവദാസനിലൂടെ ദൈവത്തിൻ്റെ പ്രവചനം പറഞ്ഞത് നടക്കാത്തതിന് കാരണം ആ ദൈവദാസനായിരിക്കണമെന്നേ ഇല്ല, ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ പ്രവചനം പറയുന്ന ദൈവദാസന്മാർക്ക് ആ ദൈവം കൊടുത്തത് പറഞ്ഞിട്ട് പോകുക എന്ന ഉത്തരവാദിത്തമേ ഉള്ളൂ. അത് ഏറ്റെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അത് ഏറ്റെടുക്കേണ്ടതും അത് ആ വാഗ്ദത്തം വിശ്വാസമായി നമ്മിൽ പരിണമിച്ച് നാം അതിനുവേണ്ടി ഒരുങ്ങണം. ഇല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ ഡിലേ വരാം. കർത്താവിന്റെ സ്തോത്രം. ഇന്ന ആണ്ടിൽ ഇന്ന മാസത്തിൽ ഇന്ന കാര്യം നടക്കുമെന്ന് സ്പെസിഫിക് ആയിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ട്. അതങ്ങ് ചുമ്മാ നടന്നോളും. ദൈവം പറഞ്ഞാലേ നടന്നോളും, ചുമ്മാ ഇരുന്നാൽ നടക്കുകയില്ല. സ്തോത്രം. അപ്പോൾ എന്നെ വാഗ്ദത്തം തെറ്റാണോ, പറഞ്ഞ പ്രവാചകൻ തെറ്റാണോ, ആ പറഞ്ഞ വാഗ്ദത്തം തെറ്റല്ലേ എന്ന് ചിന്തിക്കാം. അത് നാം മാനുഷികമായി ചിന്തിക്കുന്ന ചില ചിന്താഗതികളാണ്. വചനം അങ്ങനെ പറയുന്നില്ല. വചനത്തിൽ അതിന് തക്കതായ കാര്യമുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. കർത്താവിന്റെ സ്തോത്രം. പഴയ നിയമത്തിൽ ദാവീദിനെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുമ്പോൾ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. ആ അഭിഷേകം വരുമ്പോൾ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രയാ, 15 വർഷം കഴിഞ്ഞിട്ടാണ് രാജാവായത്. എന്ത് ചെയ്ത് താമസിച്ചത്? അത് കർത്താവിൻ്റെ വഴിയാണ്. അത് ദാവീദിൻ്റെ കുഴപ്പം കൊണ്ടല്ല. ദാവീദിനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുകയായിരുന്നു. ഒരുപക്ഷെ ദാവീദ് ചിന്തിക്കുക, ഓ എൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു, ഇപ്പോൾ ശൗൽ എവിടെയുണ്ട്, നാളെ ശൗലിനെ തട്ടിക്കളഞ്ഞിട്ട് എന്നെ ആ സിംഹാസനത്തിൽ കയറ്റിയിരുത്തും എന്ന് ചിന്തിച്ചു. ഒരു ദിവസം, 2 ദിവസം, 4 ദിവസം കഴിഞ്ഞിട്ട് നടന്നില്ല. ഓ, അപ്പോൾ ആ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞത് തെറ്റാണോ, അപ്പോൾ അഭിഷേകം തെറ്റാണോ എന്ന് ചിന്തിക്കുകയല്ല. കർത്താവിന്റെ സ്തോത്രം. പേഷ്യൻ വെയിറ്റിംഗ്, ക്ഷമയോടുകൂടിയുള്ളതായ കാത്തിരിപ്പ്, അത് വാഗ്ദത്തത്തിൻ്റെ നിറവേറലിന് ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ പറയാം, സ്പെസിഫിക് ആയിട്ട് അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഞാൻ ആ ദൈവവേദത്തിൽ ചോദിച്ചത് നന്നായല്ലോ എന്ന് എനിക്ക് തോന്നി. കർത്താവിന് സ്തോത്രം. നമ്മൾ ആരെയും അങ്ങനെ വിധിച്ച് കളയരുത്. ആരെയും ഓ ഇന്ന പ്രവാചകൻ വന്ന് പറഞ്ഞു, അത് നിറവേറിയില്ല, അതുകൊണ്ട് അദ്ദേഹം പോരാ, ചിന്തിക്കരുത്. കാരണം സത്യത്തിൻ്റെ ആത്മാവാണ് അദ്ദേഹത്തിൽ വ്യാപരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിൽ കേടുപറ്റും. സ്തോത്രം. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയിൽ വ്യാപരിച്ചതെങ്കിൽ അതിനെ നാം സംശയിച്ചാൽ അത് നമുക്കാണ് അതിൻ്റെ ദോഷം. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ, പ്രവചനങ്ങൾ നിറവേറാൻ ഏതെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, നാം പ്രവചനത്തെ
അവഗണിക്കരുത് ഒരിക്കലും. തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം തുച്ഛീകരിക്കരുത്. കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. തുച്ഛീകരിച്ച് കളയരുത്. വലിയ വിലയില്ലാത്ത ഒരു ദൈവദാസൻ, വിലയില്ല എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം അല്ലേ, ചിലരൊക്കെ എങ്ങനെ ഇന്ന ദൈവദാസൻ ഇന്ന വില ഇങ്ങനെ വില എന്നിടും. പക്ഷേ ഏതൊരു പ്രവാചകന്റെ നാവിലൂടെയും പ്രവചനം വരാം. ഇന്ന ലെവലിൽ നിന്നും മാത്രം നാം ലെവൽ നോക്കരുത്. കാരണം പ്രവചനം തരുന്നത് ദൈവമാണ്. ദൈവം അത്യുന്നതനാണ്. ദൈവം തരുന്ന പ്രവചനമാണ്, അല്ലാണ്ട് ദൈവദാസൻ തരുന്നത് അല്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രവചനം എന്നുള്ളത് ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യനായ ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നതല്ല. ദൈവം അവർക്ക് കൊടുക്കുന്നത് അവർ നമ്മളോട് അറിയിക്കുന്നു. അവരൊരു ചാനലാണ്. പ്രവചനം നിറവേറിയില്ലെങ്കിൽ ദൈവദാസനോടല്ല ചോദിക്കേണ്ടത്. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് നാം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഇന്ന ദിവസം ഇന്ന ആണ്ടിൽ ഇന്ന പ്രവചനം എനിക്ക് തന്നു, ഇന്ന വാഗ്ദത്തം തന്നു, കർത്താവേ അത് നിറവേറിയില്ലല്ലോ അപ്പാ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എൻ്റെ ജീവിതത്തിൽ? എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്നിലേക്കായിരിക്കണം ആദ്യം നോക്കേണ്ടത്. കർത്താവിൻ്റെ സ്തോത്രം. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും നാം ഒന്നാമത് നമ്മെ തിരുത്തുന്നവരാകണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് സമയം താമസം വരാം. ഇത് നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം ഒന്ന് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ? എല്ലാവർക്കും എടുക്കാമോ? 37-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം എല്ലാം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു, അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. എന്റെ കറ്റ, യോസേഫ് പറയാ, എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. എന്താണ് അതിന്റെ ആത്മീയ അർത്ഥം? എന്താ അർത്ഥം? യോസേഫിനെ വലിയൊരു പൊസിഷനിലേക്ക് ദൈവം ഉയർത്തുമെന്നും ആ യോസേഫിന് ചുറ്റും വന്ന് ഇവരെല്ലാം വണങ്ങുമെന്നുള്ളതായൊരു വാഗ്ദത്തമാണത്. സ്തോത്രം. വീണ്ടും 2-ാമത്തെ പ്രവചനം എന്താണ്? 9-ാമത്തെ വാക്യം. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, വേറൊരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. എന്താണത്? രാജാവാകുമെന്നുള്ളൊരു സ്വപ്നം, ശ്രേഷ്ഠ പദവിയിലേക്ക് എത്തുമെന്നുള്ള ഒരു സ്വപ്നമാണത്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളെ നമസ്കരിച്ചു. ഏതാ? അപ്പനും അമ്മയും സഹോദരന്മാരൊക്കെ നമസ്കരിക്കും, ഉയർത്തുമെന്ന സ്വപ്നമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ സ്വപ്നം എത്ര വർഷം കഴിഞ്ഞ് നിറവേറിയത്? ആ സ്വപ്നം കിട്ടിയ യോസേഫ് പൊട്ടക്കിണറ്റിൽ തള്ളിക്കളഞ്ഞു. പൊട്ടക്കിണറ്റിൽ വീണു. അന്നേരം യോസേഫ് ചിന്തിക്കുക, ഞാൻ കണ്ട സ്വപ്നം തെറ്റായിരുന്നു. പൊട്ടക്കിണറ്റിൽ വീണു എന്ന് യോസേഫ് സ്വപ്നം കണ്ടില്ല. യോസേഫ് അങ്ങനെ ഒരു അലർപ്പാട് ദൈവം കൊടുത്തില്ല. നീ പൊട്ടക്കിണറ്റിൽ വീഴും, അല്ലെങ്കിൽ നീ കാരാഗ്രഹത്തിൽ പോകും, അങ്ങനെ ഒരു സ്വപ്നം കൊടുത്തില്ല. പക്ഷേ വാഗ്ദത്തം യോസേഫിന് കൊടുത്തു. യോസേഫിന് ലഭിച്ചത് വാഗ്ദത്തത്തിന് വിരുദ്ധമായ ചില ഫെയിലിയേഴ്സാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം തന്ന ചില വാഗ്ദത്തത്തിന് വിരുദ്ധമായി ചില കാര്യങ്ങൾ വന്നു എന്നുള്ളതുകൊണ്ട് തളർന്നു പോകരുത്. ആ വാഗ്ദത്തം അവിടെ ഉണ്ട്, അത് നാം പ്രാപിച്ചെടുക്കണം. വാഗ്ദത്തം പോകുന്നില്ല, വാഗ്ദത്തം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. യോസേഫിനെ ശ്രേഷ്ഠ പദവിയിലേക്ക് മിസ്രൈമിലെ ഫുഡ് മിനിസ്റ്ററായി രാജാവ് കഴിഞ്ഞാൽ 2-ാം സ്ഥാനത്തേക്ക് വരുമെന്ന് അത് ദൈവത്തിൻ്റെ വാഗ്ദത്തം വർഷങ്ങൾക്ക് മുമ്പ് യോസേഫിന് കൊടുത്തു. പക്ഷേ യോസേഫിനെ പിടിച്ച് സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടു. ഞാൻ നിങ്ങൾക്ക് ഒരു ദൈവിക സന്ദേശം തരാം. വാഗ്ദത്തം ചെയ്തവന് എതിര് വരും. കർത്താവിന്റെ സ്തോത്രം. ആ എതിര് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മോനെ, നിന്നിലൊരു വാഗ്ദത്തമുള്ളത് കൊണ്ടാണ്. പ്രിയ സഹോദര, നിന്നിലൊരു വാഗ്ദത്തമുള്ളത് കൊണ്ടാണ്. മോനെ, നിന്നിലൊരു വാഗ്ദത്തമുള്ളത് കൊണ്ട്, മകളെ, നിന്നിൽ വാഗ്ദത്തമുള്ളത് കൊണ്ട് ഡിലേ ആക്കാൻ പിശാച് ശ്രമിക്കും. വാഗ്ദത്തം ഇല്ലാത്തവന് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. പക്ഷേ നിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഡിലേ വരുന്നത് നീ വാഗ്ദത്തമുള്ളവനാണ്, നീ ദർശനമുള്ളവനാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഡിലേസ് വരാം, പിശാചിന്റെ ആക്രമണം വരാം. പക്ഷേ ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. അത് ദൈവം ഡിനേ ചെയ്യുന്നതല്ല. കർത്താവിന് സ്തോത്രം. വീണ്ടും യോസേഫിനെ അവിടുന്ന് കയറ്റി. കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു, നാട് വിട്ടു പോകേണ്ടി വന്നു. എന്തൊരു എതിരായിട്ടുള്ള കാര്യം നടക്കണില്ലേ? അയ്യോ കർത്താവ്, എനിക്ക് ഈ ദേശത്ത് വെച്ച് ഇന്ന വാഗ്ദത്തം പറഞ്ഞു, ഞാൻ ഈ നാട്ടിൽ രാജാവാകും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നെ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നു. അത് വരാം, നാട് വിട്ടു പോകേണ്ട ചില അവസ്ഥകൾ വരാം. അത് വന്നാലും വാഗ്ദത്തം നിറവേറും. ഓർത്തോളണം, ദൈവം തന്ന വാഗ്ദത്തം നിറവേറും.